അർച്ചനയുടെ പിന്നാലെ പോകരുതെന്ന് നടരാജൻ വിശ്വനാഥനെ ഉപദേശിക്കുന്നു. അർച്ചനയ്ക്ക് ബാങ്കിൽ ജോലി ലഭിക്കുന്നു. അർച്ചനയല്ലാതെ മറ്റൊരു പെണ്ണും തന്റെ മനസ്സിലില്ലെന്ന് സുധിയും നിരഞ്ജനയും എറണാകുളത്തേക്ക് താമസം മാറ്റുന്നു. അർച്ചന മൂന്നാറിൽ വീട്ടുജോലിക്കാണ് പോയതെന്ന് അമ്പിളി എല്ലാവരോടും പറയുന്നു. അർച്ചനയുടെ സ്നേഹത്തിന് മുന്നിൽ ഒന്നും പറയാനാകാതെ രാജപ്പൻ. അർച്ചനയ്ക്ക് ബാങ്കിൽ ജോലി ലഭിച്ച വിവരം വിശ്വനാഥനോട് ഫൈസി പറയുന്നു. അർച്ചനയുടെ മനസ്സിൽ സുധിയില്ല എന്ന് സുധിയെ ബോധ്യപ്പെടുത്തണമെന്ന് വിശ്വനാഥൻ. അർച്ചന സുധിയുടെ കുഞ്ഞിനെ പ്രസവിച്ച സത്യം. അർച്ചന കുഞ്ഞിനെ പ്രസവിച്ചുവെന്ന് ശബരി അറിയുന്നു. രാത്രി മഴ തുടരുന്നു. അന്വേഷിച്ചറിഞ്ഞ സത്യമാണ് ഞാൻ പറഞ്ഞത്. അർച്ചന പ്രസവിച്ചു. ഇന്നും അവൾ അവിവാഹിതയായി ജീവിക്കുന്നുണ്ട്. സുധി, പിന്നെ അർച്ചനയും കുഞ്ഞും ഇതുവരെയും അങ്ങളുടെ കയ്യിൽ കുടുങ്ങിയിട്ടില്ലെന്ന് വേണം കരുതാൻ. എന്റെ കുഞ്ഞുമായി അവളോടെ ജീവിക്കുന്നത്. അതേപ്പറ്റി ആർക്കും ഒരു വിവരവും ഇല്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അച്ഛനും മകളും അടിക്കടി പല സ്ഥലങ്ങളിലും അന്വേഷിച്ച് നടക്കുന്നുണ്ട്. നീ റോസ്മലയിൽ പോയതല്ലേ? അവിടുന്ന് ഒരു വിവരവും കിട്ടിയില്ലേ? ചെന്നൈയിലാണെന്നല്ലാതെ കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞില്ലടാ. അല്ലെങ്കിൽ തന്നെ എന്നോട് അവർ എന്തെങ്കിലും പറയൂ. പ്രസവം നടന്നത് ഇവിടെ വെച്ചൊന്നായിരിക്കില്ല. നീ വണ്ടിയിൽ കയറി. എവിടേക്കാടാ? കയറി ശബരി. കുടുംബത്തിലൊരു കുഞ്ഞ് ജനിച്ചിട്ട് അതിനെ ഒന്ന് കാണാൻ ജയന്തിക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹിക്കാനല്ലേ എനിക്ക് പറ്റൂ. അവര് സിംഗപ്പൂരിലും ഞാൻ ഇവിടെയല്ലേ. ഉടനെ വരുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ രണ്ടുപേർക്കും കൃത്യമായൊരു സമയം പറയാനില്ല. ഞാനെന്നാ ജയന്തി നിങ്ങൾക്കൊരു ശത്രുവായി മാറിയത്? ഗീത എന്താ അങ്ങനെ ചോദിച്ചേ? പിന്നെ എങ്ങനെ ചോദിക്കണം? സുധിയും നിരഞ്ജനയും കുഞ്ഞും ഇപ്പൊ സിംഗപ്പൂരിലാണ് അല്ലേ? എന്റെ മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയാൻ ജയന്തിക്ക് എങ്ങനെ കഴിയുന്നു? അവരെറണാകുളത്ത് എത്തിയിട്ടുണ്ട്. പാലാരിവട്ടത്തെ വിശ്വേട്ടന്റെ തേജസ് എന്ന വീട്ടില്. നിങ്ങൾ രണ്ടുപേരും അവിടെ പോകാറുമുണ്ട്. പോയിട്ടില്ലെന്ന് ജയന്തിക്ക് പറയാൻ പറ്റുമോ? എന്താ മറുപടി ഇല്ലേ? അത് പിന്നെ അവര് കുഞ്ഞുമായി നാട്ടിലെത്തിയ കാര്യം നിങ്ങളെല്ലാം ചേർന്ന് എന്നെ ഒളിക്കേണ്ട എന്ത് കാര്യമുള്ളത്? ഞാൻ ചെന്ന് കുഞ്ഞിനെ കാണുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അതോ എന്നെ ഒളിച്ചു വെക്കാൻ മാത്രം കുഞ്ഞിന് വല്ല വൈകല്യമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതെത്ര കാലം ഒളിച്ചു വെക്കാനാവും? ഗീത ഒന്ന് ക്ഷമിക്കേ. ഞങ്ങളോടുള്ള വിരോധം കൊണ്ട് അവൻ അവരെയും കൂട്ടി ഇങ്ങോട്ട് വരാത്തതിന്റെ വേദനയിലാണ് ഞാൻ. ചോദിക്കുന്നവരോട് ഞാൻ എന്തു പറയും? അതാ ഗീതയോടൊന്നും പറയാത്തത്. അത്ര മാത്രമുള്ളോ ജയന്തിക്ക് ഞാനുമായുള്ള ബന്ധം? ജയന്തിയെ ഞാൻ തെറ്റു പറയില്ല. എന്റെ ഭർത്താവിന് പോലും ഞാൻ അന്യ. ഭാര്യ എന്നത് പോട്ടെ, കൂടെ ജീവിക്കുന്ന ഒരാളെന്ന പരിഗണന പോലും ആ മനുഷ്യൻ എനിക്ക് തരുന്നില്ല. എന്റെ മോന്റെ ഭാവി ഈ വഴിയിൽ കൊണ്ടെത്തിച്ചത് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നാ. ഗീത, ഞാൻ വേണ്ട. കേട്ടപ്പോ അറിഞ്ഞില്ലെന്ന് നടിക്കാൻ തോന്നില്ല. ജയന്തി ഇതുപോലൊരു കള്ള എന്നോട് പറയുന്നു ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇത്രയും വേണ്ടിയിരുന്നില്ല ജയന്തി. ദൈവമേ, ഞാൻ എന്തു പറഞ്ഞു ഇവളെ വിശ്വസിപ്പിക്കും? മോനുറങ്ങിയോ? സുധി നിന്നേ. സുധി കഴിച്ചിട്ടുണ്ടല്ലേ? ആ, കഴിച്ചു. ഞാൻ ശബരിയെ കണ്ടു. നമ്മൾ ഇവിടെയുള്ള വിവരം ശബരിക്കറിയൂ? താൻ പേടിക്കണ്ട, അവനിവിടെയൊന്നും വരില്ല. എന്താ സുധി ഇതിന്റെയൊക്കെ അർത്ഥം? താൻ ക്ഷമിക്ക്. മനസ്സ് ശരിക്കും നൊന്ത ദിവസമായെന്ന്. സുധിയുടെ മനസ്സിൽ നോവ മാത്രം എന്താ ഉണ്ടായത്? ശബരി എന്താ സുധിയോട് പറഞ്ഞേ? അത് ഞാൻ എങ്ങനെ തന്നോട് പറയും? നമ്മൾ തമ്മിൽ സംസാരിക്കാത്തതായി എന്താ ഉള്ളേ? പരസ്പരം ഒന്നും മറച്ചു വയ്ക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ബന്ധം ഇന്നും തുടർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ സുധിയൊന്നും മനസ്സിൽ വെച്ച് വീർപ്പൂട്ടേണ്ട കാര്യവും ഇല്ല. അവനൊരു വിവരം പറഞ്ഞു. ഞാനൊരു കുഞ്ഞിന്റെ അച്ഛനാണെന്ന്.
മനസ്സിലായില്ലേ? അർച്ചന എന്റെ കുഞ്ഞിനെ പ്രസവിച്ചെന്ന്. എന്റെ കുഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനില്ലാതെ എവിടെയോ വളരുമ്പോ ഞാൻ മറ്റൊരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുന്നു. എന്തൊരു വിധി എന്റേത്. നിരഞ്ജനയ്ക്ക് എന്നോട് സഹതാപം തോന്നുന്നില്ലേ? ശബരിക്ക് ഈ വിവരം എവിടുന്ന് കിട്ടി? അവന്റെ വീട്ടിൽ നിന്ന് തന്നെ. എങ്കിൽ അർച്ചനയും കുഞ്ഞും എവിടെ? അച്ഛന്റെ കണ്ണു വെട്ടിച്ച് സുധിയുടെ കുഞ്ഞുമായി അർച്ചനയ്ക്ക് ജീവിക്കാൻ കഴിയുമോ? അവളിപ്പോഴും അവരുടെ കയ്യിൽ പെട്ടിട്ടില്ല. കുഞ്ഞുമായി എവിടെ ഒളിച്ച് ജീവിക്കുകയാണ് അർച്ചന. ആ മനുഷ്യന്റെ കയ്യിൽ അവളെയും കുഞ്ഞിനെയും കിട്ടിയ അയാൾ കൊന്നു കുഴിച്ചു മൂടും. ഇതൊന്നും അർച്ചനയുടെ വീട്ടുകാർക്ക് അറിയില്ലെന്നാണ് സുധി കരുതുന്നേ. ശബരി അവിടെ പോയിരുന്നു. അർച്ചനെ പറ്റി ആ വീട്ടുകാർക്ക് ഒരു അറിവുമില്ല. രാജപ്പന്റെ കയ്യിൽ നിന്ന് അർച്ചന രക്ഷപ്പെട്ടു പോയെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അവളെ കണ്ടെത്തിയ പിടിച്ചുകൊടുത്ത് രാജപ്പൻ പണം വാങ്ങും. ഒരു സഹായവും ഇല്ലാതെ ഏതോ നാട്ടിൽ എന്റെ കുഞ്ഞു വളരുന്നു. ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് പോലും എനിക്കറിയില്ല. എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാനുള്ള ഭാഗ്യം പോലും എനിക്കില്ലാതായി. ശപിക്കപ്പെട്ടവനായി പോയി ഞാൻ. ശപിക്കപ്പെട്ടവൻ. എന്റെ കുഞ്ഞെവിടെയാണെന്ന് എനിക്കറിയില്ല. ദൈവം എനിക്ക് തന്നത് നിന്നെ. ഏതോ വീടിന്റെ ചായപ്പ് മുറിയിൽ അർച്ചന കാവലിരിക്കുന്നുണ്ടാവും. അച്ഛനില്ലാത്ത കുഞ്ഞിന്. സുധി, സുധി, എഴുന്നേക്ക്. ദാ ചായ. ദാ. ഇന്നലെ രാത്രി സുധിയൊന്നും കഴിച്ചില്ല. പിന്നെ ശബരി പറഞ്ഞ കാര്യം സത്യമാണെന്ന് സുധി കരുതുന്നുണ്ടോ? ഇന്നലെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സുധി. അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പം ആർക്കായാലും അതൊരു ഷോക്ക് തന്നെയാവും. ശബരി അത് ഗസ് ചെയ്ത് പറഞ്ഞതല്ല.
നടരാജൻ മാമ ഗീതാന്റിയോട് പറയുന്നത് അവൻ കേട്ടതാ. എല്ലാം അവർക്ക് അറിയാവുന്നതാണോ സുധി പറയുന്നേ? അർച്ചനയും കുഞ്ഞും എവിടെയാണെന്ന് അവർക്കും അറിയില്ല. പക്ഷെ അത് സത്യം തന്നെയാ. ഇങ്ങനെയൊരു വിവരം കിട്ടിയ സ്ഥിതിക്ക് സുധിക്കിനി അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അന്വേഷിക്കുക തന്നെ വേണം. സുധി അതിന് ബാധ്യസ്ഥനുമാണ്. ഒരു റിക്വസ്റ്റ് ഉള്ളത്, വേദന മറക്കാൻ സുധി മദ്യത്തിൽ അഭയം കണ്ടെത്തരുതെന്ന. കാമുകയും കുഞ്ഞിനെ കണ്ടെത്താൻ മറ്റെന്തെല്ലാം വഴികളുണ്ട്. സ്വന്തമായി ഒരു കുഞ്ഞുണ്ടെന്നറിഞ്ഞതോടെ എന്റെ മോനോടുള്ള സുധിയുടെ താല്പര്യം കുറഞ്ഞു എന്ന് എനിക്കറിയാം. അങ്ങനൊരു സാഹചര്യത്തിൽ ഞാനും മോനും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നതിന്റെ കാരണം തന്നെ ഈ കുഞ്ഞ്. എനിക്കവരെ കണ്ടെത്താതെ വേറെ വഴിയില്ല. എന്റെ കുഞ്ഞ് അച്ഛനില്ലാത്ത കുട്ടിയായി വളരാനും പാടില്ല. എന്റെ ഭാഗത്തുനിന്ന് സുധിക്ക് ഫുൾ സപ്പോർട്ടും ഉണ്ടാവും. പക്ഷേ ഇനിയുള്ള കാലം സുധീനെ ഫൂളാക്കാതിരുന്നാ മതി. അർച്ചന സുധിക്കൊപ്പം വരാൻ തയ്യാറായ നമുക്ക് നല്ല ഫ്രണ്ട്സായി പിരിയാം. എനിക്കിനിയുള്ള കാലം എൻ്റെ കുഞ്ഞു മതി. അർഹിക്കാത്തതിൽ കൂടുതൽ ഭാഗ്യം ലഭിച്ചവളാ ഞാൻ. ഭർത്താവിനെ നഷ്ടപ്പെട്ടു എന്നൊരു വേദനയും എനിക്കുണ്ടാവില്ല. ഒരു കയ്യൊപ്പിൽ കൂട്ടിക്കെട്ടിവെച്ച ഒരു ബന്ധം മാത്രമല്ലേ നമ്മുടേത്. സുധി അർച്ചനയും കുഞ്ഞിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ആവശ്യം സുധിക്ക് വേണ്ടിവരും. നമ്മൾ എങ്ങനെ ജീവിച്ചു എന്ന് ഞാൻ തന്നെ അർച്ചനയോട് വെളിപ്പെടുത്തിയാലേ സുധി ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളും നടക്കൂ. അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. മറ്റുള്ളവരുടെ കണ്ണി മണ്ണിടാൻ നമുക്ക് ചില കലാപരിപാടികളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ മോനെ എടുത്ത് പിണങ്ങി ഞാൻ പോവുകയും ചെയ്യാം. ഇതൊക്കെ നടക്കണമെങ്കിൽ കുഞ്ഞുമായി സുധി പറയും പോലെ ഏതോ നാട്ടിൽ അശരണയായി ജീവിക്കുന്ന അർച്ചനയെ സുധി കണ്ടെത്തണം. ഇനിയൊട്ട് സ്വാർത്ഥത കൂടാതെ എൻ്റെ നിഗമനം കൂടി ഞാൻ പറയാം. ശബരി സുധിയെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ചിലപ്പോൾ അത് അച്ഛൻ്റെ നടരാജൻ അങ്കിളുടെ വെറൂഹം മാത്രമാവും. എന്തു തന്നെയായാലും സുധി അന്വേഷിക്കുക തന്നെ വേണം. ശരി സാർ. ശരി. സാറിൻ്റെ ക്യാബിനിലേക്ക് 2 ചായ കൊടുക്കുക. ഗസ്റ്റ് ഉണ്ട്. ശോഭേ, അർച്ചന മാഡത്തിന് ചായ കൊടുക്കുക. രാജീവൻ സാറ് സീറ്റിലില്ലേ? ഉണ്ടല്ലോ. ഡെയ്സി മാഡത്തിന് എന്ത് പറ്റി? അസുഖം വല്ലതുമാണ്? അല്ല, മാഡത്തിന്റെ റിലേറ്റീവ്സ് ആരൊക്കെയോ വരുന്നുണ്ട്. അർച്ചന ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം വീട്ടിൽ പോയില്ലേ? ഇല്ല. അർച്ചനയുടെ പഠിത്തമൊക്കെ എവിടെയായിരുന്നു? തിരുവനന്തപുരത്തായിരുന്നു. ആ, വീട് കൊല്ലം ജില്ലയിലെന്നല്ലേ അർച്ചന പറഞ്ഞത്? ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് കൊല്ലത്തേക്ക് വന്നത്. ജോലി കിട്ടിയിട്ട് വിവാഹം മതിയെന്ന് തീരുമാനിച്ചാണോ? വിവാഹം അല്ലല്ലോ സർ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. കുറച്ച് ബാധ്യതകളൊക്കെയുള്ള കുടുംബമാണ് എൻ്റേത്. ശരിക്കും പറഞ്ഞാൽ കൊല്ലത്ത് വന്നിട്ടാ ഒരു വീട് വാങ്ങാനായത്. അതുവരെ വാടക വീട്ടിലായിരുന്നു. അർച്ചനയുടെ അച്ഛൻ്റെ ജോലി എന്താ?
എനിക്ക് അച്ഛനും അമ്മയില്ല. രണ്ടുപേരും ഒരപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഞാനിപ്പോ കുഞ്ഞമ്മയുടെ കൂടെയാ. പാവപ്പെട്ട ഫാമിലിയാ ഞങ്ങളുടേത്. അപ്പോൾ അർച്ചന കുഞ്ഞമ്മയുടെ കൂടെ നിൽക്കുകയാണല്ലേ? കുഞ്ഞമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. സ്വന്തം മോളായിട്ടാ ഞാനവിടെ ജീവിക്കുന്നത്. എന്നാ ഞാനങ്ങോട്ട് ചെല്ലട്ടെ സർ. ആ. ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ആ, എനിക്ക് ഓർമ്മയുണ്ട്. ആ, ശരി. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? കിടക്കുകയായിരുന്നോ? ഉച്ചയ്ക്ക് നിരഞ്ജനെ വിളിച്ചിരുന്നു. എന്താ വിശേഷം? ഉള്ള സമാധാനം കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാ ശബരി. അവന്റെ പുതിയ നീക്കം എന്താ? അർച്ചനയുടെ ഡെലിവറി കഴിഞ്ഞ കാര്യം അവൻ അറിഞ്ഞു. അത് ഗീതയിൽ നിന്ന് തന്നെ. ഗീത ഇവിടെ വന്ന് മുഷിഞ്ഞ് സംസാരിക്കാൻ കാരണം ശബരി തന്നെയാ. ഇന്നലെ ശബരി എറണാകുളത്ത് എന്ന് സുധിയെ കണ്ടു. അറിഞ്ഞ കാര്യങ്ങളൊക്കെ സുധിയോട് പറയുകയും ചെയ്തു. രാത്രി നന്നായി കഴിച്ചിട്ടാ സുധി വീട്ടിലെത്തിയത്. അറിഞ്ഞ കാര്യങ്ങൾ അവൻ നിരഞ്ജനോട് തുറന്നടിക്കാനും മടിച്ചില്ല. നിരഞ്ജനെ അത് വിശ്വസിച്ചോ? ഒരിക്കൽ നമ്മൾ ചെന്ന് അവളോട് ഈ കാര്യം പറഞ്ഞതല്ലേ? അതേ നിലപാടിലാ അവള്. ശബരി സുധിയെ നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്നാ നിരഞ്ജന പറയുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. സുധിക്ക് അറിവ് താങ്ങാൻ കഴിയുന്നതല്ല. ശബരി ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇനി മൂകസാക്ഷികളായി നിൽക്കാനേ നമുക്ക് കഴിയും. അർച്ചന പ്രസവിച്ച വിവരം അവൻ അറിഞ്ഞ നിലയ്ക്ക് ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ അവൻ ആഗ്രഹിക്കില്ലേ? കൂടെയുള്ളത് സ്വന്തം കുഞ്ഞാണെന്ന് എന്റെ മോൻ അറിയുന്നില്ല. നിരഞ്ജനെ ആ സത്യം അറിയുന്നില്ല. അവളെ വേദനിപ്പിച്ചിട്ട് അവൻ എന്ത് നേടാനാ? കൂടെ നിർത്തി ചതിക്കുകയാണെന്ന ഒരു ബോധം അവനില്ല. അല്ലെങ്കിൽ ഈ വിവരം അവളോട് പറയൂ. കുഞ്ഞ് അർച്ചനയുടേതാണെന്ന് സത്യം തിരിച്ചറിഞ്ഞ പിന്നെ സുധിക്കൊപ്പം നിരഞ്ജന ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ ശബരിയുടെ വാക്കുകൾ അവള് വിശ്വസിച്ചിട്ടില്ല. സുധിയുടെ ചതി അവള് മനസ്സിലാക്കിയ നിരഞ്ജനെ പോലൊരു പെണ്ണ് ക്ഷമിക്കൂ? ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കൊരു രൂപമില്ല. സുധിയുടെ ചതിയേക്കാൾ നിരഞ്ജനെ ഞെട്ടിക്കാൻ പോകുന്നത് കൂടെ ഉണ്ടായിരുന്നത് അർച്ചനയാണെന്ന തിരിച്ചറിവാ. സഹിക്കാനാവില്ല അവൾക്ക്. ഒന്നിനും പരിഹാരമില്ലാത്ത വിധത്തിലാ കാര്യങ്ങൾ നീങ്ങുന്നത്. ഓടിക്കണം. മേലാലി വഴിക്ക് കണ്ടുപോരുത്. ഇനി ഇവിടെ കണ്ടുപോരുന്നേ. ഓടിക്കണം. കൊല്ലുന്നേ. അടുക്കരുത്. ഈ ഏരിയ കണ്ടുപോരുത്. വിടരുത്. പരിസരത്ത് കണ്ടുപോരുത്. പോകാൻ പറഞ്ഞു. കൊല്ലുന്നേ. പറഞ്ഞത് കൊല്ലണവളെ. അടുത്ത് വന്ന ഓരോ ശല്യങ്ങള്. എന്താ ഇവിടെ പ്രശ്നം? ഇന്ന് രാവിലെ എവിടുന്നോ കുറ്റിയും പറിച്ചു വന്നതാ. ഇവിടെയെങ്ങും മുമ്പ് കണ്ടിട്ടില്ല അവരെ. ഏതോ മെന്റൽ ഹോസ്പിറ്റലിൽ ചാടി വന്നതാവും. നമുക്ക് പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറയാം. വാ. അത് കാർത്തു ചേച്ചി തന്നെയാ.
ദൈവമേ, ഈ നിലയിൽ അവരെങ്ങനെ ഇവിടെ എത്തി? രക്ഷപ്പെട്ട് പോകാമെന്ന് കരുതിയോടി നീ? ഏ? ഉള്ളിലിനെ.